അത് ഇത്രയും അടുത്ത് നിങ്ങളാരും കണ്ടിട്ടുണ്ടോ? ഇത്രയും അടുത്ത്, വളരെ അടുത്താണ്. കണ്ടോ, എന്നെ നോക്കുന്നുണ്ട്. ഇതെന്താണെന്ന് എനിക്കറിയത്തില്ല. അതിൻ്റെ മുഖത്തുള്ള ഭാവം എനിക്ക് വായിച്ചറിയാൻ പറ്റുന്നില്ല. അതിന് ഓടി വന്ന് കടിക്കുവോ ഒന്നും എനിക്കറിയത്തില്ല. ആ രണ്ട് കുഞ്ഞുങ്ങളെ താഴെ നിർത്തിയിട്ട് ആ കരടി പെതുക്കെ വെള്ളം കുടിക്കാൻ വേണ്ടി പോവുകയാണ്. കരടിക്ക് വേണ്ടി കെട്ടിയിട്ടേക്കുന്ന ആ വെള്ളമുണ്ടോ, ടാങ്ക് കണ്ടോ, അതിലേക്ക് ആ കുഞ്ഞുങ്ങളെ കൊണ്ട് പെതുക്കെ കയറി. കണ്ടോ, ആ കുഞ്ഞുങ്ങളുടെ അറിവ് കണ്ടോ? അരേ ഭയ്യാ, ഒരു ടീ ദേദോനാ, ടീ 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 ഒരു ടീ. ഓക്കെ, ചക്കര കമ്മി. ഓക്കെ ഓക്കെ, ഇതാണ് നമ്മുടെ ഹിന്ദിക്കാരുടെ അടിപൊളി ചായ. പക്ഷെ ഇനിയിപ്പോൾ ഭയങ്കരമായിട്ട് പ്രശ്നം വരും. അങ്ങോട്ട് ഹിന്ദി പറയുന്നത് ജാർഖണ്ഡ് എന്ന് പറയുന്ന ഒരു സംസ്ഥാനം നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും മാസ്റ്റർ ബ്രെയിൻ 2.0 ഒരു പുതിയ തലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മൾ ഇത്രയും നാൾ കേരളം, തമിഴ്നാട്, കർണാടക പോലെയുള്ള സ്ഥലങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന വിശ്വാസങ്ങൾ നമ്മളിപ്പോൾ നോർത്ത് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. കാരണം അവിടുത്തെ വിശ്വാസങ്ങൾ എന്താണ്, അവരെങ്ങനെയാണ് ജീവിക്കുന്നത്, അവർ ശരിക്കും പറഞ്ഞാൽ ഇവിടെ എനിക്ക് കുറച്ച് ഭയപ്പാടുണ്ട്. വേറൊന്നുമല്ല, ഇവിടെ നമുക്ക് കേരളത്തിൽ തമിഴ്നാട്ടിൽ കുറച്ച് ഒരു രസകരമായിട്ട് അവതരിപ്പിക്കാൻ പറ്റും. പക്ഷേ ഇവിടുത്തെ വിശ്വാസം കുറേ തീവ്രതയുള്ളതാണ്. അവരുടെ വിശ്വാസങ്ങളിൽ മുറുകെ പിടിക്കുന്നവരാണ്. ഒരുപക്ഷെ രക്തം കൊണ്ടുള്ള വിശ്വാസമാണ് ഇവർ കൂടുതലും അവർ ആഘോഷിക്കുന്നത്. എന്തായാലും നമ്മൾ ഇപ്പോൾ ജാർഖണ്ഡിലെ ഈ ഗാവ് നാം ക്യാ ഹൈ? ഗാവ് നാം മുംഗൈ മാത. ഇതെല്ലാം ഹിന്ദിക്കാരാണ്. അപ്പോൾ മുംഗൈ മാത എന്ന് പറയുന്ന ജാർഖണ്ഡിലുള്ള ഒരു ചെറിയ തട്ടുകട നിൽക്കുവാണ്. അപ്പോൾ ഞാൻ ഇവിടെ വരാനെ കൊണ്ട് ഒരു കാരണമുണ്ട്. ഇവിടുത്തെ ചായ കണ്ടോ, കുഞ്ഞ് ഗ്ലാസ്സിലാണ് ഇവർ ചായയൊക്കെ തരുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു കപ്പ് നിറച്ച് ചായ കിട്ടും. ഇവിടെയൊക്കെ ചെറിയ ഒരു ഗ്ലാസ്സിലൊക്കെയാണ് തരുന്നത്. ഇതെല്ലാം ഈ അമ്മമാരൊക്കെ പോകുന്ന ഒരു കാഴ്ച കാണാൻ വേണ്ടിയാണ്. പിന്നെ വളരെ ദൂരത്തു നിന്നൊക്കെയാണ് ഈ അമ്മമാർ വന്നിരിക്കുന്നത്. അവർ എന്ത് കാഴ്ചയാണെന്നുള്ള കാര്യം ഞാൻ വരുന്ന വഴിക്ക് പറയാം. നമുക്ക് എന്തായാലും കാര്യത്തിലേക്ക് കടക്കാം. ഓക്കെ, ഇവിടെ എന്ത് തൊട്ടാലും കട്ട മധുരം കേട്ടോ, നല്ല കട്ട മധുരമാണ്. ഷുഗർ രോഗിയാവാൻ വേറെ ഒന്നും വേണ്ട. അപ്പോൾ ഞാൻ കുറച്ച് ചായ കുടിച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ നമ്മളൊരു പുതിയ തലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. എൻ്റെ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് അളിയന്മാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. എവിടുന്നോ വരികയാണ് ഇതെല്ലാം. ഇതൊക്കെ നല്ല ഉഗ്ര ഹിന്ദിക്കാരാണ്. ഹലോ ഹലോ, സുഖം തന്നെ? വാട്ട്സ് യുവർ നെയിം? നാം ബോലോന, നാം ബോലോന. ഹസ്നിത്ത. ഇതെന്ന് പറഞ്ഞാൽ ഹിന്ദി അല്ല, ഇവർ ജാർഖണ്ഡി ഭാഷയാണ്. അതുകൊണ്ട് നമുക്ക് കുറച്ച് പിടിക്കാൻ പാടാണ്. ഹിന്ദിയാണെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ പിടിക്കാൻ പറ്റും. അപ്പോൾ ഇത് ജാർഖണ്ഡിലുള്ള ഒരു ഉൾനാടൻ ഭാഷ ആയതുകൊണ്ട് കുറച്ച് പിടിക്കാൻ നല്ല പാടാണ്. അപ്പോൾ നമുക്കിനി കാര്യത്തിലേക്ക് കിടക്കാം. ഇവിടെ മുംഗി മാത എന്ന് പറയുന്നൊരു ക്ഷേത്രമുണ്ട്. ശ്രദ്ധിച്ച് കേട്ടോണം. ആ ക്ഷേത്രത്തിൽ നമ്മൾ ഒരുപാട് ക്ഷേത്രങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ഈ ക്ഷേത്രത്തിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവരെല്ലാം ഒരു കാഴ്ച കാണാൻ വേണ്ടി നിൽക്കുകയാണ്. ഇവിടെ കരടി ഇറങ്ങും. ഞെട്ടിയോ? കരടി ഇറങ്ങും. നമ്മൾ വനാന്തരങ്ങളിലും സൂവിലും മാത്രം കാണുന്ന ഒരു കൂട്ടം കരടികൾ അമ്മയും കുഞ്ഞും മക്കളുമായിട്ട് ഈ ക്ഷേത്രത്തിലേക്ക് ഇറങ്ങുന്ന ഞെട്ടിക്കുന്ന കാഴ്ചയാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മാസ്റ്റർ ബ്രെയിൻ 2.0 ചരിത്രത്തിൽ ഒരു ഞെട്ടിക്കുന്ന സംഭവം ആവുമെന്നുള്ള ഒരു തർക്കമൊന്നുമില്ല. കാരണം നമ്മൾ കരടിയുമായിട്ട് കളിക്കാൻ പോവുകയാണ്, അതുമായിട്ട് സംസാരിക്കാൻ പോവുകയാണ്. ഭയങ്കരമായിട്ടുള്ള വിശ്വാസമുള്ള ഈ മുന്തി മാത ക്ഷേത്രത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ഈ ആൾക്കാരെല്ലാം ആ കാഴ്ച കാണാൻ വേണ്ടിയാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ വേറൊരു കാര്യമുണ്ട്, നമ്മളെ സഹായിക്കാൻ വേണ്ടി ഒരു മലയാളിയുണ്ട്. ഛത്തീസ്ഗഡിലല്ല, ലോകത്തിൻ്റെ എവിടെ പോയാലും നമ്മുടെ കൂടെ ചങ്കായിട്ട് കുറേ മലയാളീസ് ഉണ്ട്. അതാണ് നമ്മുടെ ബലം അല്ലേ. ഛത്തീസ്ഗഡിൽ 8-10 വർഷമായിട്ട് ഇവിടെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് നിൽക്കുന്നത്. ചിരിച്ച് സുസ്മേരവദനായിട്ട് നിൽക്കുന്ന ഈ മനുഷ്യനെ നമ്മൾ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ എന്തായാലും രമേശ്, ഞാൻ നേരത്തെ പരിചയപ്പെട്ടിട്ടുണ്ട്. എന്തായാലും നമ്മുടെ വഴികാട്ടിയായിട്ട് രമേശ് ഇവിടെ വന്നിരിക്കുവാണ് അല്ലേ. എത്ര വർഷമായിട്ട് ഛത്തീസ്ഗഡിലുണ്ട്? ഇവിടെ ഇപ്പോൾ 8 വർഷമായി. 8 വർഷമായിട്ട് കുട്ടിയും കുടുംബമായിട്ടൊക്കെ ഇവിടെ താമസിക്കുകയാണ്. ശരിക്കും പറഞ്ഞാലേ ഈ ഒരു വിശ്വാസത്തെ പറ്റി കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കരടികളെ കാണുന്നു, അതിനെ ആരാധിക്കുന്ന ഒരു അമ്പലമാണ് അപ്പുറത്ത് കാണുന്നത് അല്ലേ. ഇവിടെ നേരത്തെ വന്നിട്ടുണ്ടോ? മുന്നേ ഒരു വട്ടം വന്നിട്ടുണ്ട്. അപ്പൊ കരടി നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഓ, കണ്ടിട്ടുണ്ട്. കരടി നമുക്ക് അടുത്ത് പോലും കാണാനൊക്കെ ഇത് ഭയങ്കര ആക്രമണകാരിയാണ്. പറഞ്ഞോ. അത് ആക്ച്വലി ഇത് എന്താ പറയാ, 10-21 ഏക്കർ സ്ഥലത്തുള്ള ഒരു അമ്പലമാണ് മുംഗൈ മാത. ഇതെല്ലാം നമ്മുടെ സുഹൃത്തുക്കളാട്ടോ. ഇതെല്ലാം നമ്മുടെ സുഹൃത്തുക്കളാണ്. അപ്പം ഹിന്ദി മാലൂം, ഇംഗ്ലീഷ് മാലൂം? ഹിന്ദി മാലൂം. ഓക്കെ, बोलो ना, मुंदी माता टेम्पल कैसा है? बहुत अच्छा है. बहुत अच्छा है. I want to become the Prime Minister of India. Oh, very good idea. Okay, one day you will become the Prime Minister of India. Okay, definitely, no doubt. Okay, അപ്പോൾ അദ്ദേഹത്തിന് താങ്ക് യു. അപ്പോൾ ഇദ്ദേഹത്തിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവണമെന്നാണ് പുള്ളിയുടെ ആഗ്രഹം. അങ്ങനെ ഈ മുണ്ടി മുതൽ ക്ഷേത്രത്തിൽ വന്നിരിക്കുവാണ് ആഗ്രഹം സാധിക്കാൻ വേണ്ടി. ആ കരടിയെ കാണുവാണെങ്കിൽ ആ ആഗ്രഹം സാധിക്കുമെന്നാണ് പുള്ളിയുടെ വിശ്വാസം. അങ്ങനെ ഓരോ വിശ്വാസത്തിന്റെ പുറത്ത് ഓരോരുത്തരും വന്നിരിക്കുവാണ്. അപ്പോൾ എന്തായാലും ആ കരടിയെ കാണുവാണ്, കരടി കൂട്ടങ്ങളെ കാണുവാണെങ്കിൽ പുള്ളി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവുമെന്നുള്ളത് തർക്കമൊന്നുമില്ല. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കണ്ട. ഈ പുള്ളിയുടെ ആഗ്രഹം കണ്ടോ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവണേ. കരടിയെ കണ്ടു കഴിഞ്ഞാൽ ആ ആഗ്രഹം സാധിക്കുന്ന പുള്ളി വിചാരിക്കുന്നത് അല്ലേ. അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളോട് വന്നിരിക്കുന്നത്. സാധിക്കുമായിരിക്കുമോ പുള്ളിയുടെ ആഗ്രഹം? അല്ല, ഞാൻ ചിന്തിക്കുന്നതേ ഓരോരുത്തർ ആഗ്രഹങ്ങൾ കണ്ടോ. ഈ കരടി കൂട്ടങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ വിശ്വാസമാണ്. അതിനെ നമ്മൾ കണ്ടു തൊഴുകയാണെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ സാധിക്കുന്ന വിശ്വാസം. ഓരോരുത്തർ വിശ്വാസത്തിന്റെ
ഇതിലാണ് ബലത്തിലാണ് ഇത് വരുന്നത്. എപ്പോഴാണ് വരുന്നത് ഇറങ്ങും സാറിന്? ഇത് വൈകിട്ട് ഇവരുടെ പൂജ ചെയ്യും. പൂജയുടെ ഇത് മന്ത്രം കേട്ടിട്ടാണ് വരുന്നതെന്നാണ് ഇവിടെയുള്ള വിശ്വാസം. അപ്പൊ ഇതിന് പുറകിൽ കാടാണോ? മൊത്തം കാടാണ്. ഇതിപ്പോ മൊത്തം ഈ അമ്പലത്തിൽ 21 ഏക്കർ സ്ഥലം എന്താണ് ഈ അമ്മയുടെ മന്ദിറിന്റെ ഇതായിട്ടുള്ളത്. അപ്പൊ 21 ഏക്കറിന്റെ ഉള്ളിലുള്ള ഈ ഏരിയയിലെ ഒരു 10ഓളം കരടികളുണ്ട്. കരടി എന്ന് പറയുമ്പോൾ എന്റെ സത്യം പറഞ്ഞ രോമം ഇങ്ങനെ പൊങ്ങും കേട്ടോ. കാര്യം നമ്മള് ദൂരെ നിന്ന് കാണുന്ന സാധനം നമ്മൾ അടുത്ത് കാണാൻ പോവുകയാണ്. ഇവര് പറയുന്നത് അനുസരിച്ച് ഇവിടെ 4 ഭാഗത്തും റോഡാണ്. ഇതിവിടെ നാഷണൽ ഹൈവേ ആണ്. അത് അപ്പുറത്ത് വേറെ റോഡുണ്ട്. 4 ഭാഗത്തും റോഡ്. ഈ റോഡിന്റെ ഈ മുറിച്ച് കടന്ന് അപ്പുറം കടന്നാല് ഈ കരടികൾ ആക്രമിക്കും. പക്ഷെ അകത്ത് ആക്രമിക്കുന്നില്ല. അപ്പൊ ഇതാണ് ഒരു വിശ്വാസം. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടുത്തെ പൂജാരിയെ കാണണം, പൂജാരിയുടെ പെർമിഷൻ വേണം, അദ്ദേഹം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. നമുക്ക് ആ പൂജാരി ഒന്ന് കണ്ടാലോ? നമ്മൾ നേരെ ഈ രമേശ് എന്ന് പറയുന്ന മിടുക്കനെ ചെറുപ്പക്കാരനെ കൂട്ടി ആ ക്ഷേത്രത്തിനുള്ളിലേക്ക് പോവുകയാണ്. അപ്പൊ നമ്മുടെ ക്ഷേത്രത്തിനുള്ളിലൂടെ ഫ്രണ്ട് വശത്തേക്ക് പ്രവേശിച്ചു. ഇവിടെയാണ് കളി നടക്കാൻ പോകുന്നത് അല്ലേ? ഒരു വൈകുന്നേരം രാവിലെ ഒക്കെ ഇവിടെയാണ് കരടിക്കുട്ടന്മാർ കളിക്കുന്ന സ്ഥലം. ഇത്രയും വലിയ പ്ലേ ഗ്രൗണ്ട് അല്ലേ? കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് ഫുട്ബോൾ കളിക്കുന്നത് അതുപോലെ കളിക്കുന്ന സ്ഥലമാണ്. ഇത് എവിടുന്ന വരുന്നത്? ഇത് ഏകദേശം ഈ സ്റ്റെപ്പ് കാണുന്നില്ല, അത് വനമാണ്. ഫുള്ള് കാടാണ്. നല്ല നട്ടുച്ച കേട്ടോ. അതുകൊണ്ട് പ്രേക്ഷകർക്ക് ഒരുപക്ഷെ നമ്മുടെ മുഖം ഒന്നും വ്യക്തമായിട്ട് കാണണമെന്നില്ല. അപ്പൊ നമ്മൾ വൈകുന്നേരത്തിന് വേണ്ടി കാത്തിരിക്കുവാണ്. 500 സംതിങ് പടിയുണ്ടെന്നാ പറയുന്നത്. അതല്ലേ? ഫുള്ള് കാടാ. അതെ, മൊത്തം കേറി ഈ മൊത്തം ചുറ്റി കിടക്കുന്ന. ഈ കരടി ഈ പകൽ സമയത്ത് ഈ സമയത്തൊക്കെ എന്തെടുക്കുമായിരിക്കും? ഇതാ അവന്മാര് അവരൊക്കെ ഈ ഫുഡും കാര്യങ്ങളൊക്കെ തേടിയിട്ട് കറക്റ്റ് എല്ലാ സമയത്ത് രാവിലെ വൈകിട്ട് വന്നിരിക്കും. ഈ പൂജയുടെ സമയത്ത് കൃത്യമായിട്ട് ഇവിടെ വന്നിരിക്കുന്നെന്ന് പറയുന്നത്. നല്ല കാലുമൊക്കെ നല്ല പഴുക്കുവാട്ടോ, പഴുത്തിരിക്കുവാണ്. അതുകൊണ്ട് ചെറിയ ഡാൻസ് ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഈ അളിയന്മാരെല്ലാം നേരെ ക്ഷേത്രത്തിലേക്ക് വരും. അവിടേക്ക് നമുക്ക് പ്രവേശനം ഇല്ലെന്നൊക്കെ പറയാം. എന്തായാലും നമ്മൾ എടുത്തിരിക്കും. ഇത്രയും രണ്ടും കൽപ്പിച്ചാണ് നമ്മൾ ഈ ഛത്തീസ്ഗഡ് വന്നിരിക്കുന്നത്. എത്തി തോന്നുന്നു കേട്ടോ. നമ്മൾ ഇത്രയും നേരം കാത്തിരുന്ന ആ നിമിഷത്തിന് വേണ്ടിയാണ്. ഇത് ദൂരെ കാണുന്നുണ്ടോ? അവിടെ ഏതാനും നിമിഷത്തിനുള്ളിൽ പ്രത്യക്ഷപ്പെടും. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ലീഡ് ചെയ്യാൻ വേണ്ടി ഒരാളുണ്ട്. ആൾ ഫ്രണ്ടിലേക്ക് പോവുകയാണ്. ഇനിയാണ് കളി നടക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയാണ് ഇത്രയും നേരം വെയിറ്റ് ചെയ്തത് അത് കാണാൻ വേണ്ടി പോവുകയാണ്. ആ മല ഇറങ്ങി ഇങ്ങനെ അടുത്തടുത്ത് വരികയാണ്. ഇവരൊക്കെയാണ് അത് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഇവരൊക്കെ സ്ഥിരം കാണുന്ന കാഴ്ചയാണ്. നല്ല കിതയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ തല ഏതോ ഭാഗത്ത് കണ്ട്, അതിൻ്റെ ഒരു കറുത്ത നിറം ഏതോ ഭാഗത്ത് കണ്ടു. ഇതുകൊണ്ടുണ്ട്. കറക്റ്റ് 4 മണിയായി. കറക്റ്റ് 4 മണിയായപ്പോൾ അത് ഇറങ്ങി എന്നുള്ളതാണ്. മകേഷേ, പേടിയാണോ? ആൾക്കാരിൽ ഇത് തിരിച്ചു കാണും. ഇത് ആൾക്കാരുടെ ജിജ്ഞാസ ഉണ്ടോ? ഇത് കാണാൻ വേണ്ടി ഇങ്ങനെ ആൾക്കാർ മുഴുവൻ നിൽക്കുവാണ്. കുട്ടികളായാലും പ്രായമുള്ളവരായാലും അതിനെ കാണാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുവാണ് എൻ്റെ ചുറ്റും. അപ്പോൾ ഇതിന് നമുക്ക് മാത്രമാണ് പ്രവേശനമുള്ളത് കേട്ടോ. ഇദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകം പെർമിഷൻ എടുത്തിട്ട് മാത്രമാണ് നമ്മളെ ഇങ്ങോട്ട് കയറ്റിയിരിക്കുന്നത്. ബാക്കി എല്ലാവർക്കും ഇങ്ങോട്ട് കയറാനുള്ള പ്രവേശനമില്ല. ഇത് ഭയങ്കരമായിട്ട് ആക്രമിക്കുന്ന സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ ആരും ഇങ്ങോട്ട് കയറ്റി വിടത്തില്ല. അപ്പോൾ ആകപ്പാടെ നോക്കുന്ന വടിയൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? ആ പുള്ളിക്കാരന് മാത്രമാണ് ഇവിടെ ഈ കരടിയുമായിട്ട് അത്രയും ഒരു ബന്ധമുള്ളത്. ബാക്കി ആർക്കും ഇങ്ങോട്ട് പ്രവേശനമില്ല. അപ്പോൾ നമ്മൾ തൊട്ടടുത്ത് എത്തിയിരിക്കണം. നമ്മൾ ശരിക്കും പറഞ്ഞ ചിത്രങ്ങളിൽ മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ. 2 കരടി കുഞ്ഞുങ്ങൾ ആ മരത്തിൻ്റെ മുകളിൽ തൊട്ട് താഴെ ഒരു വലിയ കരടിയും 2 കുഞ്ഞുങ്ങളുടെ ഇറങ്ങി വന്നിരിക്കുവാണ്. അപ്പോൾ നമ്മൾ തൊട്ടടുത്ത് ഏതാണ്ട് ചുവട്ടടികൾ വ്യത്യാസത്തിൽ മാത്രം നിൽക്കുവാണ്. അത് കണ്ടോ? അപ്പോൾ ഇതിനെ കാണാൻ വേണ്ടി ഇതിനെ കണ്ട് അനുഗ്രഹം വാങ്ങിക്കുവാണെങ്കിൽ അവിടെ കാര്യങ്ങൾ നടക്കും എന്നുള്ള വിശ്വാസത്തിലാണ് ഒരുപാട് പേര് ഇതിനെ കാണാൻ വേണ്ടി ഈ മലമുകൾ താണ്ടി വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനി റിസ്ക് ആണെന്നാണ് പുള്ളി പറഞ്ഞേക്കുന്നത്. भैया क्या प्रॉब्लम है? बच्चा प्रॉब्लम है? हाँ, बच्चा क्या है, बच्चा होता है ना तो थोड़ा गुस्सा हो जाता है क्योंकि उसका बच्चा को ना कोई छीन ना ले. ഓക്കെ. അപ്പോൾ ഇത് കുട്ടികളുണ്ടായതുകൊണ്ട് ശരിക്കും അത് അക്രമ സ്വഭാവം കാണിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. എങ്കിലും അദ്ദേഹം നമ്മളെ 2 കൽപ്പിച്ച് അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. അത് ഇത്രയും അടുത്ത് നിങ്ങളാരും കണ്ടിട്ടുണ്ടോ? ഇത്രയും അടുത്ത്, വളരെ അടുത്താണ്. കണ്ടോ? എന്നെ നോക്കുന്നുണ്ട്. ഇതെന്താണെന്ന് എനിക്കറിയില്ല. അതിൻ്റെ മുഖത്തുള്ള ഭാവം എനിക്ക് വായിച്ചറിയാൻ പറ്റുന്നില്ല. അതിന് ഓടി വന്ന് കടിക്കുവോ ഒന്നും എനിക്കറിയത്തില്ല. അപ്പോൾ അതിന് കയ്യിൽ നഖമൊക്കെ ഉണ്ടോ? ഭയങ്കരമായിട്ട് ഓടിയാൽ എവിടെ ചെന്ന് മുഴുക്കുമെന്ന് എനിക്ക് പിടിയില്ല. അപ്പോൾ അത്രയും എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല പേടിയുണ്ടാകുന്നു കേട്ടോ. അതിൻ്റെ നോട്ടം എന്ന് പറയുന്നത് അത്രയും രൂക്ഷമായ നോട്ടമാണ്. അതെങ്ങനെ നമ്മളെ അപ്പോൾ ഭയ്യ ഈ ബാലു ഉദര ആജേഗ. അപ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് വന്ന് ദർശനം കൊടുക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത്രയും ദൂരങ്ങൾ താണ്ടിതുണ്ടോ? ആ മലമുകളിൽ നിന്നൊക്കെ വളരെ ദൂരങ്ങൾ താണ്ടിയാണ് ആ കരടി വന്നിരിക്കുന്നത്. അതിൻ്റെ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടോ? എന്ത് രസം കാണാതിരിക്കുന്നത്. അത് തുടരണമെന്നുണ്ട്, പക്ഷേ നമ്മുടെ സാഹചര്യം അനുവദിക്കുന്നില്ല. അപ്പോൾ ഇതെന്തായാലും ഇത് കണ്ടോ? ആ പോക്ക് പോകുന്നതുണ്ടോ? ഇത്രയും നിങ്ങൾ ആലോചിച്ച് നമുക്ക് ജന്മത്തിൽ കാണാൻ പോലും കിട്ടാത്ത കാഴ്ചയാണ് കാണാൻ പോകുന്നത്. 2 കുഞ്ഞുങ്ങളെയും വഹിച്ചുകൊണ്ട് ഒരു അമ്മക്കരടി പോകുന്ന കാഴ്ചയാണ്. അപ്പോൾ ഇതുകൊണ്ടോ ആഹാരം കൊടുക്കുന്നുണ്ടോ? ഇതിനെ കാണാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും ദൂരത്ത് വന്നിരിക്കുന്നത്. 2 കുഞ്ഞുങ്ങളെ വഹിച്ചുകൊണ്ട് അത് താഴേക്ക് വരികയാണ്. ഞാൻ തൊട്ട് പുറകെ ഞാൻ ഇവർ പറയുന്ന ഭാഷയൊക്കെ കൃത്യമായിട്ട് കരടിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ.
ഒന്ന് ചിന്തിച്ച് നോക്ക് നിങ്ങൾ. ഇത് ഞാൻ കൈ നിന്നിട്ട് പറയുന്നതല്ല, ഇങ്ങനെയും ജീവികളുണ്ട്. ഒരിക്കലും മെരുങ്ങാത്ത ഒരു കരടിയും 2 കുഞ്ഞുങ്ങളാണ് പോകുന്നത്. കണ്ടോ, അത് നോക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് കേട്ടോ. चलो चलो ചലോ ചലോ എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ പുറയിലൂടെ ഒന്ന് പോവുകയാണ്. കാരണം पीछे से मत जाओ, पीछे से मत जाओ, पीछे से मत जाओ, इधर से आ जाओ, പുറകെ പോരുന്നാണ് പറഞ്ഞേക്കുന്നത്. पीछे पीछे से दौड़ा सकता है। ഓക്കെ, അപ്പോൾ ഇതുവഴി പോകരുത്, അതിന് ശല്യം ഉണ്ടാക്കരുതാണ് ഇതിൻ്റെ കൂട്ടത്തിൽ ആൾക്കാർ പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ ഇതിനകത്ത് കാണാൻ വേണ്ടി ആയിരക്കണക്കിന് ആൾക്കാരാണ് കാണാൻ വന്നിരിക്കുന്നത്. അപ്പോൾ 2 കുഞ്ഞുങ്ങളെ വഹിച്ചുകൊണ്ട് പോകുന്ന കാണുമ്പോൾ തന്നെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പൂച്ചയൊക്കെ ഓർമ്മ വരുന്നു. പക്ഷേ ഇത് എത്രത്തോളം അഗ്രസീവ് ആണെന്നുള്ള കാര്യം, എത്രത്തോളം ആക്രമണകാരിയാണെന്നുള്ള കാര്യം ഇവർക്ക് എല്ലാവരും കണ്ടോ. ഇത് കണ്ടോ, അവർ കാണാൻ വേണ്ടി ആൾക്കാർ നിൽക്കുന്ന കാഴ്ച കണ്ടോ. നിങ്ങളിനി കണ്ടു നോക്ക്. യാതൊരു ഭയമില്ലാതെ വനം ഇറങ്ങി വന്ന കരടിയെ കാണാൻ വേണ്ടിയാണ് ആ ആൾക്കാർ മുഴുവൻ നിൽക്കുന്നത്. ആഹാരം കൊടുക്കുന്ന ഒരാളുണ്ട്. ഓക്കെ, എന്ത് രസമല്ല, എന്ത്. അപ്പോൾ മനുഷ്യനോട്ടൊക്കെ ഇണങ്ങി നിൽക്കുന്ന ആ ജീവിയെ കണ്ടോ. ഉണ്ട്, വളരെ അടുത്താണ്. ഞാനങ്ങോട്ട് പോകുന്നുണ്ട്, വളരെ അടുത്താണ് ആഹാരം കൊടുക്കുന്നുണ്ടോ. നോക്ക്, ഭയങ്കരമായിട്ട് ഇണങ്ങിയ സാധനമാണല്ലേ ആഹാരം കൊടുക്കുന്നുണ്ടോ. പുള്ളിക്കൊന്നും യാതൊരു പേടിയില്ല. इधर से आ जाओ, इधर से ഇത് എന്നെ കാണുമ്പോഴത്തേക്കും इधर से आ जाओ, घूम के आ जाओ, മാറുന്നുണ്ട് കേട്ടോ. इधर से घूम के आ जाओ। ഇത് കണ്ടോ, ആ കുഞ്ഞും തള്ള ഇരുന്ന് തിന്നുന്ന കാഴ്ച കണ്ടോ. ഭയങ്കരമായിട്ട് ആ കുഞ്ഞുങ്ങളെ വളരെ കെയർ ചെയ്ത് ഭയങ്കര സ്നേഹത്തോടാണ് ആ അമ്മക്കരടി നോക്കുന്നത്. ഇതൊക്കെ നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ എത്ര പേര് ഉപദ്രവിക്കുന്ന ജീവിയെന്നറിയോ. ഒരുപാടുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. ഇത് വന്നേക്കുന്നത് 3 എണ്ണം മാത്രമേ ഉള്ളൂ. ഇനി കുറേ എണ്ണം കുറേ സമയം കഴിഞ്ഞ് പല പല സമയത്താണ് വരുന്നത്. ചിലർ 6 മണിക്ക് വരുന്നവരുണ്ട്, 4 മണിക്ക് വരുന്നവരുണ്ട്, 5 മണിക്ക് വരുന്നതിന് ഓരോ സമയം തിരിച്ചാണ് പലരും വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മളെന്നും ശ്രദ്ധിക്കാതെ അതതിൻ്റെ ജോലി ചെയ്യുകയാണ്. കൃത്യമായിട്ടുണ്ടോ കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ട് ആ കരടി ആഹാരം കൊടുക്കുന്ന കാഴ്ച കണ്ടോ. നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് പട്ടി കുഞ്ഞുങ്ങളെ നോക്കുന്നത്, അതുപോലെയാണ് വളരെ കെയർ ചെയ്തിട്ടാണ് നോക്കുന്നത്. കരടി വെള്ളം കുടിക്കാൻ പോകുന്ന കാഴ്ച കണ്ടോ. കണ്ടോ, അതെ ആ 2 കുഞ്ഞുങ്ങളെ താഴെ നിർത്തിയിട്ട് ആ കരടി പതുക്കെ വെള്ളം കുടിക്കാൻ വേണ്ടി പോവുകയാണ്. കരടിക്ക് വേണ്ടി കെട്ടിയിട്ടേക്കുന്ന ആ വെള്ളം ഉണ്ടോ, ടാങ്ക് കണ്ടോ, അതിലേക്ക് ആ കുഞ്ഞുങ്ങളെ കൊണ്ട് പതുക്കെ കയറി. കണ്ടോ, ആ കുഞ്ഞുങ്ങളുടെ അറിവ് കണ്ടോ, അതിന് കൃത്യമായിട്ട് അറിയാൻ കേട്ടോ എവിടെ വെള്ളം നോക്കാനുള്ളത്. അപ്പോൾ അതിനെ കാണാൻ വേണ്ടി ആൾക്കാർ നിൽക്കുവാണ്. ചിലർ തൊഴുന്നുണ്ട്, ചിലർ പ്രാർത്ഥിക്കുന്നുണ്ട്. കൃത്യമായിട്ട് വെള്ളം കുടിക്കുവാണ്. നമുക്ക് പതുക്കെ അതിൻ്റെ അടുത്തേക്ക് പോകാം. ശബ്ദം ഉണ്ടാക്കരുത്. ശബ്ദം ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു കോൺസെൻട്രേഷൻ പോകും. അതുകൊണ്ട് നമുക്ക് പതുക്കെ അതിൻ്റെ അടുത്തേക്ക് പോകാം. ആ 2 കുഞ്ഞുങ്ങൾ കാണിക്കുന്ന പണിയുണ്ടോ. അതിന് മേളിലേക്ക് കയറി ഇങ്ങനെ ചാടി ഓടി പ്രശ്നം ഉണ്ടാക്കുകയാണ്. ഇത്രയും അടുത്ത് വെച്ച് കാണാൻ പറ്റുന്ന കാഴ്ച നിങ്ങളായാലും കണ്ടിട്ടുണ്ടോ. ഒരു പേടിയില്ല കേട്ടോ. വളരെ ഇണങ്ങിയ സാധനം ഇത്. ഇത്രയും മനുഷ്യന്മാർ തൊട്ട് മുന്നിൽ നിൽക്കുമ്പോൾ യാതൊരു പേടിയില്ലാതെയാണ് അത് പെരുമാറുന്നത്. ആ കുഞ്ഞുകാണി പണിയുണ്ടോ. അപ്പോൾ ആഹാരമെല്ലാം കഴിച്ച് എല്ലാവർക്കും ടാറ്റയെല്ലാം കൊടുത്ത് മടങ്ങി പോകാൻ തോന്നുന്നു കേട്ടോ. കണ്ടോ, അതിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞ് വെള്ളമെല്ലാം കുടിച്ച് ആ കുഞ്ഞുങ്ങളെ വിളിച്ചിറക്കിക്കൊണ്ട് നേരെ ഇനി മല കയറാൻ പോവുകയാണ്. അപ്പോൾ സമയം ഇപ്പോൾ ഒരുപാട് വൈകി. ഇനി അത് ആൾക്കാർക്കെല്ലാം അനുഗ്രഹമെല്ലാം കൊടുത്ത് നേരെ മല കയറാൻ വേണ്ടിയുള്ള സമയമായിട്ടുണ്ട്. ഒന്നുകൂടെ നോക്കുകയാണ്, ഇനി ആരെങ്കിലും വരുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് നോക്കുകയാണ്. കണ്ടോ, ആൾക്കാരൊക്കെ നിൽക്കുന്നിപ്പോൾ ഉണ്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ കരടി ആ കുഞ്ഞുങ്ങളെയും കൊണ്ട് മല കയറുകയാണ്. അപ്പോൾ തൊട്ട് പറയും ആ കുഞ്ഞുങ്ങൾ ഓടി കയറി നോക്കണം കേട്ടോ. ഇല്ല കാളുണ്ടിലൊക്കെ ചാടി കയറത്തില്ലേ, പുറത്ത് കയറി നോക്കണം കേട്ടോ. വളരെ പഠിപ്പിച്ച പോലെയാണ് ചെയ്തേക്കുന്നത്. ചാടി അങ്ങ് കയറുകയാണ്. നോക്ക്, ഇതെങ്ങനെ പഠിപ്പിച്ചെന്നുള്ളതാണ്. ശരിക്കും ഓരോന്നിനും ഓരോ പഠിപ്പിയിട്ടുണ്ടെന്നുള്ളതാണ്. ചാടി ഓടി കയറി പല പഞ്ഞുമത്തെ കിടക്കുന്ന മാതിരിയാണ് കിടക്കുന്നത്. അപ്പോൾ ജാഥ നേരെ മലമുകളിലേക്ക് പോവുകയാണ്. കരടിയെ ആരാധിക്കുന്ന, കരടിയെ പ്രാർത്ഥിക്കുന്ന, കരടിയെ വിശ്വസിക്കുന്ന ഒരു കാഴ്ചകൾ കണ്ടോ. ഇപ്പോഴും തൊട്ട് പുറകെ തന്നെ 2 കുഞ്ഞുങ്ങളും അമ്മയോട്ടൊക്കെ ഇങ്ങനെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കരടിയെ കാണാൻ വേണ്ടിയാണ് ഈ ഗ്രാമം മുഴുവൻ ഈ മലമുകളിലേക്ക് ഓടി എത്തിയത്. എന്തായാലും ഈ വന്നവർക്കെല്ലാം അതിൻ്റെ അനുഗ്രഹം കിട്ടും, അവരുടെ പ്രാർത്ഥനയ്ക്കെല്ലാം പ്രതിഫലം കിട്ടുമെന്നൊക്കെയാണ് ഇവരുടെ വിശ്വാസം. കരടി അനുഗ്രഹിച്ചിരിക്കുന്നു. അതിൻ്റെ ഒരു നോട്ടം കിട്ടിയാൽ, അതിൻ്റെ ഒരു സ്പർശനം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും മാറുമെന്നൊക്കെയാണ് ഈ ഗ്രാമക്കാരുടെ ഒരു വിശ്വാസം. എന്തായാലും കരടികളെ ആരാധിക്കുന്ന ഈ ഗ്രാമത്തിൽ നിന്നും വിട ചൊല്ലുകയാണ്. ഇനി മറ്റൊരു കിടുകിടക എപ്പിസോഡുമായിട്ട് വീണ്ടും ഞാനെത്തും. അതുവരേക്കും കരടി, ബാലു, ടാറ്റ.